ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നു മോവാന 2 റിലീസ് നാട്ടിലായിട്ടില്ലെങ്കിലും ഞാൻ 26-ാം തീയതി ഇവിടെ US റിലീസായി. അപ്പോൾ ഫസ്റ്റ് ഡേ പ്രിവ്യൂ ഷോ തന്നെ പോയി ഞങ്ങൾ കാണാൻ. എനിക്ക് മോവാന 1 തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും നല്ല രസമായിരുന്നു ആ മൂവി. അതിൻ്റെ ആനിമേഷനായാലും കളർഫുള്ളായിരുന്നു, അതിൻ്റെ ഗ്രാഫിക്സും പിന്നെ അതിൻ്റെ അഡ്വഞ്ചർ സ്റ്റോറി അതൊക്കെ നല്ല രസമായിരുന്നു. വേറെ ഒരു ഫീലായിരുന്നു ആ മൂവിക്ക്. അപ്പോൾ അതേ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് തന്നെയാണ് മോവാന 2 കാണാൻ പോയത്. ഈ മൂവി ആ എക്സ്പെക്റ്റേഷൻ തെറ്റിക്കണില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. നല്ല ഹ്യൂമറും നല്ല അഡ്വഞ്ചർ ഭാഗവും പിന്നെ ഫാമിലി ഇമോഷൻസ് അതൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഫാമിലി ഇമോഷൻ സൈഡ് കാണിച്ചിട്ടാണ്. അതിൽ ഏറ്റവും നല്ല രസമായിട്ട് എനിക്ക് തോന്നിയത് അനിയത്തിനെ കാണിക്കുന്നതാണ്. അനിയത്തി മോവാന തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമാണ്. അനീതിനെ പിക്ചറൈസ് ചെയ്ത രീതിയും അടിപൊളിയാണ്. ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. ഈവൻ ഇന്ന് ആനിമേഷൻ സൈഡായാലും അതിൻ്റെ ഡബ്ബിങ് സൈഡായാലും നല്ല ഭയങ്കര ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ല രസമാണ്. ആ സീൻസൊക്കെ ഭയങ്കര ഇമോഷണൽ സൈഡാണ് അതിൽ. അത് കഴിഞ്ഞിട്ട് ഈ മൂവിയിൽ കുറേ ക്യാരക്ടേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിനേക്കാളും കൂടുതൽ ക്യാരക്ടേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ അഡ്വഞ്ചർ സൈഡ് ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, കുറേ ക്യാരക്ടേഴ്സ് അതിൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ കോഴി മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോഴി മാത്രമല്ല, പന്നി, പിന്നെ ഫാർമർ, പിന്നെ ബോട്ട് മെക്കാനിക്ക്, പിന്നെ ഹിസ്റ്ററി വരയ്ക്കുന്ന ആൾ, അങ്ങനെ പല പല ക്യാരക്ടേഴ്സിനെയും ഈ അഡ്വഞ്ചർ സൈഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹ്യൂമർ സൈഡും നല്ല രസമാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ കോക്കനട്ട് ആർമിയും ഉണ്ട് ഇതിൽ. അവരുടെ സൈഡും കാണിക്കുന്നത് കുറച്ച് രസകരമായിട്ട് തോന്നി. ഇതിൽ നമ്മുടെ മോവാനയുടെ ഇമോഷണൽ സൈഡ് നമുക്ക് തുടക്കം തൊട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നതും അഡ്വഞ്ചർ സൈഡും അതൊക്കെ അടിപൊളിയാണ്. പിന്നെ പറയാൻ മറന്നുപോയ കാര്യം, നമ്മുടെ നായകൻ, നമ്മുടെ മൗലി, അത് ഡബ്ബിങ് ആസ് യൂഷ്വൽ റോക്ക് തകർത്തിട്ടുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള കോംബോ സീൻ, അവർ തമ്മിൽ കണ്ടുമുട്ടിനേക്കാളും മുമ്പ് അവർ തമ്മിലുള്ള സംസാരത്തിൽ അവരുടെ കാര്യങ്ങൾ വരുമ്പോഴും അവരുടെ തമ്മിലുള്ള ബോണ്ടിങ് നല്ല രസമായിട്ടാണ് സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്തിട്ടേക്കുന്നത്. മോനെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പും അവനെ മനസ്സിൽ ഇത് വരുന്നത്, നിൻ്റെ ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ച് പോകുന്നതും, പിന്നെ അപ്പുറത്ത് മൗലി ഒരു ഇതിൽ പെട്ട് കിടക്കുമ്പോൾ അവനും മോഹനെ ഓർത്തു പോകുന്നതും, അതൊക്കെ നല്ല അവരുടെ ബോണ്ടിങ് കാണിക്കുന്ന നല്ല രസമാണ്. ടുവേർഡ്സ് ദി ക്ലൈമാക്സും അവരുടെ ബോണ്ടിങ് സൂപ്പറാണ്. മോഹനയുടെ ഈ മൂവി ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്ന അഡ്വഞ്ചർ സൈഡായിരുന്നു കാണാൻ. അപ്പോൾ തുടക്കം കുറച്ച് ഇമോഷണലും പിന്നെ ഒരു യാത്ര തുടങ്ങുന്നു, പിന്നെ ടുവേർഡ്സ് ദി ക്ലൈമാക്സ് നല്ല രസമാണ്. അഡ്വഞ്ചർ സൈഡ് നല്ല എൻഗേജിങ് ചെയ്ത് നമ്മളെ എന്താ പറയുക, എഡ്ജ് ഓഫ് ദി സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചില സീൻസൊക്കെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടറും ഡിസൈൻ ചെയ്തിരിക്കുന്നതും ആ പൊല്യൂഷൻ ഐലൻഡിലെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ മോവാന 1ലുള്ള ഇമ്പോർട്ടൻസ് ആയിരുന്നു അതിൻ്റെ പാട്ടുകൾ നല്ല രസമായിരുന്നു 1. 2 വന്നപ്പോൾ അങ്ങനത്തെ ടൈപ്പ് പാട്ടല്ല, പക്ഷേ ഇതിൽ കുറച്ച് ഇമോഷണൽ സൈഡ് കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ച് ഹൈ പിച്ചിലുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ടുവേർഡ്സ് ദി ക്ലൈമാക്സും അത് നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഫീല് തരുന്നുണ്ട് ഈ മൂവിക്ക്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ട്യൂണൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. മോനെ 1ലും ഇതുപോലെ തന്നെയായിരുന്നു, പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. 2ലും അത് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് സീനൊക്കെ നല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലൈമാക്സ് ഭയങ്കര ഒരു ഫീല് തരുന്നുണ്ടായിരുന്നു. ആ അഡ്വഞ്ചർ സൈഡാണ് കേട്ടോ കൂടുതലും, അത് ഭയങ്കര ഫീലായിരുന്നു. ടുവേർഡ്സ് ദി ക്ലൈമാക്സ് അവർ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു കുറച്ച്, ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും ഇനിയും മോവാന ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെയാണ് അവർ ക്ലൈമാക്സ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ മലയാളം പടത്തിലെ പോലെ തന്നെ ഒരു കണ്ടിന്യൂഷൻ വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു നല്ല ലോജിക്കൽ എൻഡ് തന്നെയാണ് ഈ മൂവി. ഒരു സ്ഥലത്ത് നിർത്തല്ല, പോയിന്റിൽ നിർത്തല്ലാണ്, ഇത് നല്ല ലോജിക്കൽ എൻഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അവർ. എന്തായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇമോഷണലും ഹ്യൂമറും എലമെൻസും, സെക്കൻഡ് ഹാഫിൽ കൂടുതലും അഡ്വഞ്ചർ സൈഡാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏതാണ് ടോപ്പ്, 1 ആണോ 2 ആണോ ടോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് എലമെൻ്റ് ആയിരുന്നു. ഇതിൽ ആ ഫ്രഷ്നെസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി അഡ്വഞ്ചർ പാട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മൂവി ഒരു പ്രാവശ്യം കാണാനുള്ള മൂവി ഉണ്ട്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് 8 ഔട്ട് ഓഫ് 10 ആണ്. നിങ്ങൾ ഈ മൂവി കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോളൂ, കുഴപ്പമില്ല. നല്ലൊരു ആനിമേഷൻ മൂവി തന്നെയാണ്. ഡിസ്നിയുടെ സൈഡ് ഈ പ്രാവശ്യം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ 3D ആണ് കണ്ടത്. 3Dയും നല്ല രസമായിരുന്നു. നിങ്ങൾ ബിഗ് സ്ക്രീനിൽ 3D കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാൻ നോർമൽ തിയേറ്ററുകളിലാണ് 3D കണ്ടത്. ആനിമേഷൻ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു മൂവി തന്നെ. അപ്പോൾ ഇതാണ് മോവാന 2യുടെ റിവ്യൂ. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.
ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക്സും ഷെയർ ചെയ്യാം. നിങ്ങൾ കാണണം, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.